ഓപ്പൺ ചെയ്തിരിക്കും. വെൽക്കം ബാക്ക് ടു ജാസ് വ്ലോഗ്സ്. ജാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റ് കണ്ട് നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്ത്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, ഇല്ലിക്കൽ ഹോം സ്റ്റേ. അവിടെ ആയിരുന്നു കേട്ടോ. നമ്മൾ നല്ല റൂമൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി റൂമൊക്കെ ആയിരുന്നു. നമ്മളവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഇന്നും അടിപൊളി വീഡിയോസ് ആയിരിക്കും. ഇടുക്കിയിലെ കുറച്ച് വീഡിയോ കൂടെ ഇന്നുണ്ടാവും. ഇടുക്കി ഡാമുമായിട്ട്, ആർച്ച് ഡാം, അതേപോലെ കുറച്ച് ഡാമുകളും കാര്യങ്ങളും പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വാഗമണ്ണും പോകണം, നമ്മൾ പോയിട്ടില്ല. അപ്പോൾ വാഗമണ്ണിൻ്റെ കുറേ കാഴ്ചകൾ, നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളും വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യണം, അത് രണ്ടും ഒന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുണ്ടോ നമ്മൾ കാൽവരി മൗണ്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാണ്. അത് നോക്കിയേ, നല്ലൊരു വ്യൂ കേട്ടോ. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് ഇതിൻ്റെ മുകളിലാണ് ആ വ്യൂ പോയിൻ്റ് ഉള്ളത് കേട്ടോ. നമ്മൾ നേരെ ഇടുക്കി ആർച്ച് ഡാം കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് വേറെയും ഡാമുകളുണ്ട് കേട്ടോ. ചെറുതോണി, അതായത് ഇടുക്കി ഡാമിൻ്റെ മെയിൻ ഡാമുകളാണ് ചെറുതോണി ഡാമൊക്കെ. അപ്പോൾ ചെറുതോണി ഡാമൊക്കെ കാണാൻ പോവാണ്. പോകുന്ന വയ്ക്കുന്നുണ്ടോ, അടിപൊളി വ്യൂ കേട്ടോ. പോകുന്ന വയ്ക്കുള്ള നല്ല റോഡ് കേട്ടോ, ചെറിയ വളവും തിരുവൊക്കെ ആയിട്ട് ചെറിയൊരു ചുരം ഇറങ്ങി പോകുന്ന പോലെ ഒരു ഫീലാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇനി അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പെട്ടെന്ന് അങ്ങോട്ട് വിടാം. കണ്ടോ, അടിപൊളി സ്ഥലങ്ങളാട്ടോ. റോഡും സൈഡിലൊക്കെ നല്ല വ്യൂ ആട്ടോ. ഇടുക്കി ആർച്ച് ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലങ്ങളാണ് കംപ്ലീറ്റ് ഇടുക്കി. ഇടുക്കി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഇപ്പം യാത്ര ചെയ്യുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. സേഫായിട്ട് ശ്രദ്ധിക്കാമെന്ന് മാത്രം. മാക്സിമം ഫുഡ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പുറത്ത് അവിടെയും ഇവിടെ നിർത്തിയിട്ട് കാണുന്നതൊന്നും എല്ലാം വാങ്ങി കഴിക്കുന്ന ഒരു ശീലം അത് ഒഴിവാക്കണം. പിന്നെ അതുപോലെ സ്റ്റേ ചെയ്യുന്ന നല്ല ഈ ഹോം സ്റ്റേകൾ കിട്ടും കേട്ടോ. ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത റൂം നല്ല റൂമായിരുന്നു. അതൊരു വീടിൻ്റെ അടിഭാഗം അവർ സെറ്റ് ചെയ്ത്. അവിടെ 4 റൂമുണ്ട്. ഒരു റൂം വലിയ റൂമാണ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ്. അങ്ങനെ ഫാമിലീസ് വരും, നിങ്ങളൊരു 5-8 പേരൊക്കെ ഒന്നിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂമിൽ തന്നെ താമസിക്കാം. അല്ല നിങ്ങളൊരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കുട്ടികൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ റൂം, ഡബിൾ റൂമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. ഇതാട്ടോ ആർച്ച് ഡാം. നമ്മളെ വരുന്ന വഴിക്ക് ഉള്ളൊരു വ്യൂ ആട്ടോ. ഇത് കണ്ടോ, ഇതാട്ടോ ആർച്ച് ഡാം, ഇടുക്കി ആർച്ച് ഡാം. നമുക്ക് അതിൻ്റെ മുകളിൽ പോകാൻ പറ്റും. അപ്പോൾ അതുവഴി ഇങ്ങനെ കറങ്ങി പോകണമെന്ന് പറഞ്ഞത്. താഴെ പോയിട്ട് അങ്ങനെ കയറി പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ പോയി നോക്കട്ടോ. കണ്ടോ, കിടിലൻ വ്യൂ ആട്ടോ, അടിപൊളി വ്യൂ ആണ്. നമ്മളെ ലെഫ്റ്റ് സൈഡ് ആണ് നമ്മളെ ആർച്ച് ഡാം. പക്ഷെ നമുക്ക് ചെറുതോണി പോയി പാസ് എടുത്തിട്ട് അതുവഴി കയറി പോകണം കേട്ടോ. ഇതുവഴി കയറാൻ പറ്റില്ല. നമ്മൾ കാൽവരി മൗണ്ടിൽ നിന്ന് അങ്ങനെ കയറി പോകാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെറുതോണി വരണം. ചെറുതോണി വന്നിട്ട് അവിടുന്ന് പാസ് എടുത്ത് കയറി പോകണം. എന്താ വ്യൂ നോക്കിയോ, അടിപൊളിയല്ലേ, സൂപ്പർ വ്യൂ അല്ലേ, നല്ലൊരു മല ഉണ്ടോ.
അടിപൊളി കേട്ടോ. ആ പാറിന്റെ മുകളിൽ കേട്ടല്ലേ ചെറിയൊരു പുല്ല്, ഒരു സൈസ് പുല്ല്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായി. ഇതാട്ടോ ചെറുതോണി. ചെറുതോണി എത്താനായി നമുക്ക് ഇനി ഒരു 3.5 കിലോമീറ്റർ കൂടെ. അവിടുന്ന് വെള്ളമില്ല ഇതിലൊന്നും. കണ്ടോ, അടിപൊളി സ്ഥലം കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതങ്ങനെ കയറി പോകണം. ഇത് കയറി പോയിട്ട് കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോർഡ് കാണാമെന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് താഴത്തുനിന്ന് ചോദിച്ചപ്പം. കാരണം അതുവഴി കയറി താഴത്തുനിന്ന് കയറി പോകായിരുന്നു, പക്ഷെ അപ്പോൾ അവിടെ റോഡ് പണി എടുക്കുന്നതുകൊണ്ട് അതുവഴി കയറ്റി വിടുന്നില്ല. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോർഡുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കാണാം നമുക്ക്. ഇതൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, അങ്ങ് കാണട്ടോ ഡാം, നമുക്ക് അവിടെ കാണാം. പക്ഷെ അവിടെ റോഡ് പണി എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞു പോകുന്നത്. ജാക്കറ്റ് ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത്, കാരണം അത്യാവശ്യം തണുപ്പുണ്ട്. ഇതുണ്ടോ ഒരു പാറ, അടിപൊളി കേട്ടോ. പിന്നെ വേറൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചെറുതോണി പോയിട്ട് അവിടെ നിന്ന് പാസ് എടുത്ത് കയറി പോകാം. പോകുന്ന വഴിക്ക് നമുക്കൊരു ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് വഴി ആണെങ്കിൽ നമുക്ക് ചെറുതോണിയും ആർച്ച് ഡാമും രണ്ടും ഏകദേശം ഒരു 500 മീറ്ററോളം 400 മീറ്ററോളം ഉണ്ട്, അത് കറങ്ങി വരാം. പിന്നെ ഡാമിലേക്ക് നമ്മൾ നടന്ന് കയറി പോകാം. പക്ഷേ എന്താ വെച്ചാൽ നമ്മളെല്ലാ ഇലക്ട്രോണിക്സ് പിന്നെ ഗാഡ്ജറ്റുകളും അവിടെ വാങ്ങി വെക്കും. മൊബൈൽ, ക്യാമറ, A to Z സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം അവിടെ വാങ്ങി. കാരണം അത്രയും ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് പോയിട്ട് ഡാം കണ്ടുവരാം. 2 ഡാം നമുക്ക് പോയി നടന്ന് കയറി കണ്ടുവരാം, തിരിച്ചു വരാം. അല്ലാതെ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ബോട്ടിംഗ് ആണെങ്കിൽ പ്രശ്നമില്ല, ബോട്ടിങ്ങിൽ നിങ്ങൾക്ക് കയറി പോയിട്ട് വരാം, അതിന് പ്രശ്നമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അവിടെ അവർ സേഫായിട്ട് അവർ വാങ്ങി വെക്കും. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് പോരാം. കാരണം അവിടെ ഫുൾ സെക്യൂരിറ്റി ഉണ്ടാവും, ബോംബ് സ്ക്വാഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ എന്തായാലും പിന്നെ അതുവഴി വരുന്നാൾ എന്തായാലും അവിടെ കയറിയിട്ട് പോകട്ടോ. പക്ഷേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ കയറി കണ്ട് പോരാം. പിന്നെ വരുന്ന വഴിക്ക് റോഡ് സൈഡ് നമുക്ക് ആർച്ച് ഡാമിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ കാണാം കേട്ടോ. നമുക്ക് ഏതായാലും വരുന്ന വഴിക്ക് അവിടെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടിങ്ങിനുള്ള പാസ് എടുക്കാം. വരുന്ന വഴിക്ക് തന്നെ അവിടെ തേനും കാര്യങ്ങളും അങ്ങനെ ഒരു ചെറിയ കച്ചവടമുണ്ട്. അവിടെ നിന്ന് തന്നെ ചെറിയ ഷോപ്പുണ്ട്. ആ ഷോപ്പിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇതുണ്ടോ, അവിടെ നിന്ന് ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ട് കേട്ടോ. ബോട്ടിങ്ങിലാകുമ്പോൾ ഇഷ്യൂ ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ബോട്ടിങ്ങിൻ്റെ സ്ഥലം കാണാം. അവിടെ ബോട്ടുണ്ടാവും. ഇവിടുന്ന് കയറി പോട്ടോ. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് 145 രൂപ ഉണ്ടാവും. 145 രൂപ ടിക്കറ്റ് എടുത്ത് ആ ബോട്ടിങ് കയറി പോട്ടോ. അവിടെ ഉണ്ടാവും. ഇവിടെ വന്നാൽ നേരെ താഴോട്ട് വന്നാൽ മതി. അവിടുന്ന് സാർ പേരെന്താ? രതീഷ്. നമ്മൾ ഇവിടുന്ന് സാർ പരിചയപ്പെടുന്നത് രതീഷ് എന്ന് പറഞ്ഞിട്ട്. സാർ ഇവിടുത്തെ പിന്നെ ബോട്ടിലെ സ്ട്രാങ്കാണ്. പിന്നെ ബോട്ടിലാണ്. അപ്പം ഇവിടം വരെ ഡിസംബറിൽ ഈ വെയിറ്റിംഗ് ഷെഡ് വരെ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ഇവിടുന്നായിരുന്നു ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലേ. 2018 റൂഫിംഗ് റൂഫിംഗ് ഉണ്ടല്ലോ, നല്ല ഓളം അടിച്ചിട്ട് പോയതാണ്. മറ്റേ ഫ്ലഡ് ഉണ്ടായ സമയത്ത്. വെള്ളത്തിന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ബോട്ടം വരെ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബോട്ടിംഗ് കയറി വന്നുകൊണ്ടിരുന്നത്. ഈ വർഷം നമുക്ക് മാക്സിമം അന്ന് അത് 2405 അടി എന്ന് പറയും അന്നത്തെ ഒരു FR-ല്. ഇപ്പോഴത്തെ ഈ വർഷം നമുക്ക് കിട്ടിയത് 2393 അടി വരെയായിരുന്നു. ഇങ്ങനെ പുല്ല് കരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ വർഷം 2018 അവിടെ ടോപ്പ് വരെ. അങ്ങനെ വന്നിട്ട് 3 തവണയാണ് നമുക്ക് 4 തവണയാണ് ഡാം തുറക്കേണ്ടി വന്നത്. 1981, 92, 2018 ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇത് എക്കോ ടൂറിസത്തിന്റെ ബോട്ടിംഗ് നമ്മളിപ്പോൾ ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിൽ സാറ് കണ്ടുകൊണ്ട് കുറേ ഇൻഫർമേഷൻ കിട്ടി. നമുക്ക് അറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബോട്ടിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ
ജാക്കറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അത് എടുത്തിട്ടേക്കാം. സാനിറ്റൈസ് ചെയ്തതാണ്. ആ, നമ്മുടെ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ കീഴിൽ ഇടുക്കി റിസർവയറിൽ ആരംഭിക്കുന്ന ഈ ബോട്ടിങ് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 2385 അടി ഉയരത്തിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 145 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഡാമിൻ്റെയും കാഴ്ചകളാണ്. ഏകദേശം 400 മീറ്ററോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 10 മണി കേട്ടോ. 10 മണിക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. 10 മണിക്കാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഡാമിലോട്ട് കയറി പോകാം. ഡാമിലോട്ട് കയറി പോകണമെങ്കിൽ 10:30 അവിടുന്ന് പാസ് എടുത്തിട്ട് കയറി പോകണം. 10:30 അവിടെ ഓപ്പൺ ആവാം. നല്ല കാറ്റാണ്, അതുകൊണ്ട് കുറച്ച് നോയ്സ് ഉണ്ടാവും. അറുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ FRL ഫുൾ റിസർവർ ലെവൽ വരുമ്പോഴത്തേക്കും. 2405 അടി ഉയരത്തിലാണ് വെള്ളം എത്തുക. അപ്പോൾ 65 സ്ക്വയർ കിലോമീറ്റർ വാട്ടർ സ്പ്രെഡിങ് ഉണ്ടാവും. 2.5 ലക്ഷം കോടി ക്യൂബിക് മീറ്റർ വാട്ടറാണ് ഇതിൻ്റെ അകത്ത് ശേഖരിക്കാൻ സാധിക്കുന്നത്. 30ഓളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മീനുകൾക്കുള്ള ജലാശയമാണ്. മീൻ പിടിക്കാൻ ട്രൈബ്സിന് മാത്രമാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. വംശനാശം നേരിടുന്ന കറ്റി ഉൾപ്പെടെയുള്ള മീനുകളാണ് ഇതിനകത്ത് കൂടുതൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുതോണി ഡാമിലേക്കാണ് നമ്മളെത്തുന്നത്. ഇത് ചെറുതോണി ഡാം കേട്ടോ. കാണുന്നത് ഇതാട്ടോ ചെറുതോണി. ഓക്കെ, നമ്മളിങ്ങനെ അവിടെ നിന്ന് കേട്ടോ വന്നത്. അങ്ങനെ കുറവൻ കുറത്തി മലകൾ, വൈശാലി കേവ്, ചെറുതോണി ഇടുക്കി ഡാമുകൾ ഒക്കെയാണ് നമ്മൾ ഈ യാത്രയിൽ കാണുന്നത്. ചെറുതോണി ഡാമിൻ്റെ ഉയരം 472 അടി 740 മീറ്റർ നീളവുമാണ്. ഇടുക്കി ഡാമിൻ്റെ ഉയരം 555 അടി ഉയരം 555 അടി നീളം 670 മീറ്റർ. അതിൻ്റെ മറ്റൊരു പ്രത്യേകതയുള്ളത് ബോട്ടം വെറും 19 മീറ്റർ മാത്രമാണ്. അവിടെ അടിഭാഗം 19 മീറ്റർ. ഡബിൾ കർവാണ്. ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡബിൾ കർവ് ആർച്ച് ഡാമാണ്. ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം അങ്ങനെ 4 സൈഡിലേക്ക് ഒരു തേങ്ങ നടുവേ മുറിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. 1963 കാലഘട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ച് 76-ലാണ് പൂർത്തിയാകുന്നത്. അന്ന് 3 ഡാമുകൾ കൂടി കുളമാവ്, ചെറുതോണി, ഇടുക്കി 3 നദികളെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. കിളിവള്ളിപ്പുഴയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കുളമാവ് ഡാമും, ചെറുതോണിപ്പുഴയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ചെറുതോണി ഡാം, പെരിയാറിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇടുക്കി ഡാമും. ആ 3 ഡാമിനും കൂടെ കൂടി നമുക്ക് 110 കോടി രൂപയാണ് ആ സമയത്ത് ചിലവുള്ളത്. 220 ലക്ഷം മാൻ പവർ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലാകെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡൽ ഇലക്ട്രിസിറ്റിയുടെ 65% ഈ പ്രോജക്റ്റിൽ നിന്ന് മൂലമറ്റത്താണ് പവർ സ്റ്റേഷൻ ഉള്ളത്. 105 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ 87ഓളം ആനകളാണ് അവസാന കണക്കെടുപ്പിൽ കണ്ടിട്ടുള്ളത്. 10ഓളം കരടികളുണ്ട്. പിന്നെ പോത്ത്, മാന, മ്ലാവ്, കേഴ, വൈൽഡ് ഡോഗ്, പന്നി ഇത്ര ആനിമൽസേ ഉള്ളൂ. വേറെ ഫോറസ്റ്റുകളായിട്ടൊന്നും ഇത് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് പുലിയും കടുവയും ഇല്ലാത്തത്. 55 തരത്തിലുള്ള പാമ്പുകൾ, 172ഓളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ബേഡ്സ്, പക്ഷികൾ, ദേശാടന പക്ഷികൾ ഉൾപ്പെടെ 7 തരത്തിലുള്ള ബട്ടർഫ്ലൈസ്, 483ഓളം ഇനങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, ചന്ദനം ഉൾപ്പെടെയുള്ളതുണ്ട്. പിന്നെ 61ഓളം ഇനങ്ങളിൽപ്പെട്ട ഉറുമ്പുകൾ. ഇത് ഒക്കെ കൊണ്ട് സമർത്ഥമാണ് ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറി. 145 രൂപ മാത്രമാണ് ബോട്ടിങ്ങിന് ഫോറസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അരമണിക്കൂർ യാത്ര. കുട്ടികൾക്ക് 85 രൂപ.
ഇത് എത്ര തവണ ഇടുക്കി ഡാം നമ്മളെ ഓപ്പൺ ചെയ്തു? 76 കമ്മീഷൻ ചെയ്തതിന് ശേഷം ആകെ 4 തവണ മാത്രം. 1981, 92, 2018 ഫ്ലഡ് ഉണ്ട്, കേരളം മുഴുവൻ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലായിട്ട് 2 തവണ, അങ്ങനെ മാത്രമേ ഉള്ളൂ നമുക്ക് തുറക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് നമ്മുടെ ചെറുതോണി ഡാം മാത്രമേ ചെറുതോണി ഡാം അതാണ് പറയാൻ വിട്ടുപോയി. ചെറുതോണി ഡാമിന് മാത്രമാണ് നോർമൽ ഷട്ടറുള്ളൂ. അത് മറ്റേ ഇടുക്കിക്കും കുളമാവിനും എമർജൻസി ഷട്ടറുള്ളൂ. അത് തുറന്നിട്ടില്ല ഇതുവരെ. 5 ഷട്ടറുകളുണ്ട്. 370 അടിയുടെ 73 അടി വെള്ളം വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മേലിൽ വന്നു കഴിഞ്ഞാൽ തുറന്നു വിടാൻ പറ്റത്തുള്ളൂ. അതിന് മാത്രമേ ചെറുതോണി ഡാമിന് മാത്രമേ ഷട്ടറുള്ളൂ. ഇടുക്കി ഡാമിന്റെ മെയിൻ ഡാമാണ് ചെറുതോണി ഡാം. രണ്ടിനും ഒരേ തുല്യ പ്രാധാന്യമാണുള്ളത്. ഓരോ കാര്യത്തിൽ രണ്ടും ഉയരത്തിലാണ്. നീളത്തില് ചെറുതോണി ഡാമാണ് വലുത്, പക്ഷെ ഉയരത്തിൽ ഇടുക്കി ഡാമാണ് വലുത്. പിന്നെ ഈ കുറവൻ കുറത്തി മലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രൈബൽ കപ്പിൾസ് ആയിരുന്നു എന്നാണ് ഒരു വിശ്വാസം ഇരിക്കുന്നത്. കുറവനും കുറത്തിയും ഇവിടെ വസിച്ചിരുന്ന ആദിവാസികളാണ്. ശ്രീരാമനും സീതയും വനവാസകാലത്ത് ഇവിടെ വരികയും സീത പെരിയാറ്റി കുളിക്കുമ്പോൾ കുറവനും കുറത്തി അത് നോക്കിക്കൊണ്ടു നിന്നു. അതൊരു തെറ്റാണല്ലോ, അവരുടെ പ്രൈവസി നഷ്ടപ്പെട്ടു. ക്ഷുഭിതനായ ശ്രീരാമൻ അവരെ ശപിച്ചു, നിങ്ങൾ വേറെ പിരിഞ്ഞ് 2 മലയായി തീരുന്നത്. അതാണ് കുറവൻ കുറച്ച മലയുടെ ഒരു ഐതിഹ്യം. എന്നാൽ ദയാലുവായ ശ്രീരാമൻ അവർക്ക് ശാപമോക്ഷം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ കലിയുഗത്തിൽ മനുഷ്യരെ ഒന്നാക്കി തീർക്കും, അന്ന് ശാപമോക്ഷം വന്നു. അപ്പം ഡാം കെട്ടിക്കഴിഞ്ഞപ്പോൾ ശാപമോക്ഷം ഉണ്ടായിന്ന് ഇത് തെളിവുകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇടുക്കിയുടെ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. ഇടുക്കിയുടെ ആദ്യത്തെ കളക്ടറാണ് ഡി ബാബു പോൾ സാറ്. അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യ കൃതിയുണ്ട്, ഇടുക്കിയുടെ കഥയൊക്കെ വിവരിക്കുന്നത്. അതിലങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ചീഫ് എഞ്ചിനീയർ തന്നെ ഒരു നാരായണൻ നായർ സാറുണ്ട്, മൂവാറ്റൂർ സ്വദേശി. അദ്ദേഹമൊക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ കുറവൻകുറുത്തിയുടെ സ്റ്റാച്ചു ആണോ? അതെ, നമ്മുടെ രാമക്കൽമേട്. ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് രാമായണമൊക്കെ ആയിട്ട് അതിലെങ്ങനെ വിശ്വസിക്കുന്നു. അതിന്റെ ഈ കുറവനും കുറത്തി ഒരു കുട്ടിയും ഒരു കോഴിയൊക്കെ പിടിക്കുന്ന, ഒരു കാട്ടുകോഴിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് നമ്മുടെ രാമക്കൽമേട്ടിലുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പം ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അറിയുന്നത് അറിയാത്തതുമായ ഒരുപാട് ഇൻഫർമേഷൻ സാർ തന്നു. അപ്പോൾ സാറിന് ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക് യു. അപ്പം ഇതുവഴി വരുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഡാം കാണാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ബോട്ടിങ് 145 രൂപയുള്ളൂ. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ട് പിന്നെ പോകണമെങ്കിൽ മുകളിൽ പോയിട്ട് കാണുകയും ചെയ്യാം അല്ലേ? ഓക്കെ, അതെ.